Assalamualaikum, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പറക്കാൻ നേച്ചർ റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയുണ്ട്, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് പറക്കാൻ റിസോർട്ടിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ സെൽഫായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറയുന്നത് പോലൊക്കെ തന്നെയാണോ ഇവിടെ നമ്പർ 1 റിസോർട്ടാണ് മൂന്നാറിൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വ്ലോഗിൽ കൂട്ടിയിട്ട് ഞാൻ ഫുൾ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള പറക്കാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമുക്ക് പറക്കാൻ റിസോർട്ടൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറക്കാട്ട് നേച്ചർ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ പരസ്യങ്ങളും അതുപോലെ ഓരോരുത്തരുടെ വീഡിയോസും ഇൻസ്റ്റഗ്രാം ഷോർട്സും ഒക്കെ കാണുമ്പോൾ ഒന്ന് പറക്കാട്ടിലൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അപ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ, യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഫുൾ സെർച്ചിങ് ആയിരിക്കും എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മൂന്നാറിലെ നമ്പർ 1 റിസോർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് പറക്കാട്ടാണ്. അപ്പോൾ എന്തായാലും പറക്കാട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാനും അണ്ണച്ചിയും അണ്ണച്ചിയുടെ ഫ്രണ്ടും വൈഫും ഒക്കെ ആയിട്ട് നമ്മൾ പറക്കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 2 o'clock ആണ്, 2 PM ആണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഞങ്ങളൊരു 1:30 ഒക്കെ ആയപ്പം അവിടെ നിയർ ബൈ ഒരു ബിരിയാണി കടയുണ്ട്. അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഒരു 2 o'clock ഒക്കെ ആയപ്പോഴേക്കും, 2 o'clock അല്ല എനിക്ക് തോന്നുന്നു അതും കഴിഞ്ഞു, ഒരു 2:30 3 o'clock ഒക്കെ ആയി ഞങ്ങൾ പറക്കാട്ടിലെത്തിയപ്പം. അവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അവരുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മൾ പ്രീ ബുക്ക് ചെയ്തത്. അവരുടെ ഒരു മാനേജറെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തത് ഒരു റൂമിൻ്റെ പേരെന്തായിരുന്നു ഞാൻ ഇപ്പം മറന്നുപോയി. കുറേ നാളെ ഒരു 4 weeks ആയിരുന്നു ഞാൻ പോയിട്ട്. എനിക്കിപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സമയം കിട്ടിയത്. ഇന്റർ കണക്റ്റഡ് പൂൾ വില്ല ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 റൂംസും അതിലൊരു മിനി പൂളും വരുന്ന ഒരു സെറ്റപ്പിലുള്ള റൂമാണ് നമ്മൾ എടുത്തത്. അവിടെ സിംഗിൾ റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,000 റേഞ്ചിലാണ്. ഐ തിങ്ക് ഓഫ് ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ച് കുറവുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് അതിന് മേലോട്ടാണ് പോകുന്നത്. 6,000, 18,000, 22,000, 24,000, 30,000 അങ്ങനെ പോവുകയാണ് റൂംസിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. കുറച്ച് ലക്ഷ്വറി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. വീഡിയോസിലും കാര്യത്തിലൊക്കെ നമ്മൾ കാണുമ്പോഴും ഭയങ്കര ലക്ഷറി ആയിട്ടാണ് കാണിക്കുന്നത്. റെന്റും കാര്യങ്ങളും ഒക്കെയും ലക്ഷറി തന്നെയാണ്. നമ്മുടെ ഒരു ലുക്ക് വൈസ് ലക്ഷറി ആണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ റിസോർട്ട്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹിൽ ടൈപ്പ് അങ്ങനെ ഒരു പ്ലേസിലൊക്കെ ആയിരിക്കും റിസോർട്ട്സ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊരു കയറ്റമൊക്കെ കയറി മലയൊക്കെ കയറി ആയിരിക്കും. ഇവിടത്തെ ഞാൻ നേരെ തിരിച്ചാണ് കണ്ടത്. നമ്മൾ മല ഇറങ്ങി കുഴിയിലേക്കാണ് റിസോർട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചതിൽ എനിക്ക് തോന്നി. അപ്പം എങ്ങനെയാണ് നമ്മുടെ റൂംസ് വരുന്നത്? അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, ഇന്റർ കണക്റ്റഡ് ആയിട്ടൊരു ഡോർ വരുന്നുണ്ട്. പിന്നെ ഫുൾ ബാൽക്കണീസ് എന്ന് വെച്ചിട്ട് ഫുള്ള് നമ്മുടെ എന്താ പറയാ വലിയ മിറേഴ്സ് ഇട്ടിട്ടുള്ള ബാൽക്കണീസ്. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഫുൾ വ്യൂ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബാൽക്കണിയാണ്, ഇന്റർ കണക്റ്റഡ് റൂമിൽ ഒരു ബാൽക്കണിയാണ് ഉള്ളത്. നമുക്ക് ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 22,000 ആയിരുന്നു. നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് 22,000-നാണ് നമുക്ക് ഈ റൂം കിട്ടിയത്, അവൈലബിൾ ആയി കിട്ടിയത്. അപ്പോൾ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നതാണ് ഇതാണ്. ഈ ഒരു വ്യൂ ആണ് ബാൽക്കണി വ്യൂ. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, വലിയ കാര്യമായിട്ട് തണുത്ത് കോച്ചി അങ്ങനത്തെ തണുപ്പൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നൈസ് ഒരു എത്രയാണ് ഞാൻ പറഞ്ഞ ഒരു 25-26 ഡിഗ്രി ആ ഒരു തണുപ്പൊക്കെ ഉണ്ടായുള്ളൂ. ഇതാണ് ആ മിനി പൂൾ വില്ല വരുന്നത്. നമ്മൾ വലിയ സെറ്റപ്പാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വളരെ മിനി പൂളായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ബാത്റൂംസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്കിന്റെ കാര്യം അവിടുത്തെ ടൈൽസും ആ ടൈൽസിനോട് ചേരുന്ന ലൈറ്റുകളും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കുറെ എന്താ പറയാ ഡയമണ്ട്സ് ഒക്കെ ഫിറ്റ് ചെയ്തേക്കണ പോലുള്ള രീതിയിലുള്ള ടൈൽസ് വേണം. അപ്പൊ അതിലേക്ക് ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. അതാണ് ആ ഒരു ലക്ഷറി ലുക്കിന്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ടൈൽസ് നമ്മുടെ ഫ്ലോറിലെ ടൈൽസ് ആണെങ്കിലും എല്ലാം ഒരു ഗോൾഡൻ ടച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു പെയിന്റിങ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ റൂംസിനൊക്കെ ഇത്ര ഒരു ഭംഗി നമുക്ക് തോന്നിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം റൂമിൽ ചെന്ന് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് അവിടെ നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് വന്ന ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. നമ്മൾ വേറൊന്നും പ്ലാൻ ചെയ്തില്ല. മൂന്നാർ ആകെ നമ്മൾ ആ റിസോർട്ടിൽ ഒരു 1 day പ്ലാൻ ചെയ്തു. പിന്നെ അതുപോലെ പിറ്റേന്ന് ജസ്റ്റ് ടൈം കിട്ടിയാൽ എവിടെയെങ്കിലും പോവാം എന്നുള്ളത് മാത്രമേ പ്ലാൻ ചെയ്തുള്ളൂ. ഫുള്ളി നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി മാത്രം വന്നതാണ്. വേറെ ഒരു മൂന്നാറിൽ വേറൊരു കാര്യങ്ങളും എക്സ്പ്ലോർ
എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ ഒരു ചെറിയൊരു ട്രക്കിംഗ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ആ ട്രക്കിങ്ങിൽ അവർ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേകമായിട്ട് അവരൊരു മെയ്ഡ് ചെയ്തെടുത്തൊരു സ്ഥലമുണ്ട്, കുറച്ച് എൻജോയ്മെന്റും കാര്യങ്ങൾക്കും വേണ്ടി, അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക സ്ഥലം ചെയ്തെടുത്തിട്ടുണ്ട്. അവിടേക്കാണ് നമുക്ക് ഈ ട്രക്കിങ്ങിന് അവർ കൊണ്ടുപോകുന്നത്. ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഒരു 6:30 വരെ നമുക്ക് ഈ ഓഫ് റോഡ് ട്രക്കിംഗ് അവൈലബിൾ ആയിരിക്കും. അതിനുള്ളിൽ അവർ നമുക്കൊരു പോയിന്റ് കാണിച്ചു തന്നു. ആ പോയിന്റിൽ ചെന്ന് നിന്നാൽ മതി, ജീപ്പ് വരുമ്പോൾ നമുക്ക് കയറി പോവാം എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ജീപ്പിന് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്, അതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമ്മുടെ ജീപ്പ് വന്നു. അപ്പോൾ വന്ന ജീപ്പിൽ തന്നെ ഞങ്ങൾ കയറി നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ട്രക്കിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു 5 minutes എടുക്കുന്ന ട്രക്കിംഗ് ആണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല കയറ്റമല്ലായിരുന്നു, ഭയങ്കര ഇറക്കം, കുത്തനെയുള്ള ഇറക്കത്തിൽ കൂടിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വഴിയൊക്കെ ഓഫ് റോഡാണ്, കുറച്ച് വഴി ഇങ്ങനെ നമ്മുടെ ഈ സിമെന്റ് കൊണ്ടിട്ടുള്ള അതൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് നല്ല ഇറക്കമായതുകൊണ്ട് നല്ല പിടിച്ചിരിക്കണം, നല്ല ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു. പെട്ടെന്ന് ഒരു 4 minutes ഉണ്ടോ 5 minutes അത്രേ ഉള്ളൂ, 4 to 5 minutes അത്രേ യാത്ര ഉണ്ടായുള്ളായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി. കുറച്ച് താഴെ ഏറ്റവും ലോവറിലായിട്ടുള്ളൊരു പ്ലേസിലാണ് അവർ തന്നെ ചെയ്തെടുത്തേക്കുന്ന ഒരു സ്ഥലമാണെന്ന്. അവിടെയാണ് ഇവരുടെ ആക്ടിവിറ്റികളും കാര്യങ്ങളും, നമ്മൾ ഈ റീൽസിലും കാര്യത്തിലൊക്കെ കാണുന്ന അവരുടെ ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾക്കൊക്കെ അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റോപ്പ് വാക്കിങ്ങിൽ കൂടി ആയിരുന്നു. അവിടെ ഒരു വലിയൊരു റോപ്പ് വാക്കിംഗ് ഏരിയ തന്നെയുണ്ട്. അവിടെ കുറേ ആൾക്കാർ റോപ്പ് വാക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ റോപ്പ് വാക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ മെയിനായിട്ട് പറക്കാട് തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യവും ഇതുപോലുള്ള കുറെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ്. കുറെ റിസോർട്ട്സ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ അവിടെ ഒന്നും ഇത്ര ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയ കുട്ടി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പം ഇവിടെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. പണ്ടച്ച് ഈ ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു പറക്കാട്ടിൽ പോകാനായിട്ട്. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നായിരുന്നു പറക്കാട്ടിൽ എങ്ങനെയും ഒരു ടൈം കണ്ടുപിടിച്ചിട്ട് പോകണം ഈ തിരക്കിന്റെ ഇടയ്ക്ക് നിന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും റോപ്പ് വാക്കിങ് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് അടച്ച് തന്നെയാണ് കയറിയത്. അടച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല, നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഈ സെൻട്രിൽ കൂടെ പോകുന്ന ഈ റോപ്പിൽ പിടിച്ചങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പട്ടിഷമൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾ ഈ ഗ്യാങ് അണ്ണച്ചി, കൂടെ ഉള്ളവരുടെ പേര് സജിൻ, അതിന്റെ വൈഫ് സബീലൊക്കെയാണ് കൂടെ ഉള്ളത്. അവരും അനച്ചിലൂടെ സൗദിയിലുള്ളതാണ്, അവിടുത്തെ ഫ്രണ്ട്സ് ആണ്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന എല്ലാവരും ഒരുപാട് ടൂർസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരും ഭയങ്കര ജോളിയാൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും ലാസ്റ്റ് ട്രൈ ചെയ്തു. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഉയരമുണ്ട് കേട്ടോ, താഴേന്ന് മേലൊക്കെ നല്ല ഉയരമുണ്ട്. ബട്ട് എനിക്ക് തോന്നി ആ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കാലിൻ്റെ ഇടയ്ക്ക് പോവാതെ ആ ഒരു റോപ്പിൽ കൂടി തന്നെ നമ്മൾ നേരെ ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് സ്പീഡിൽ വരാം. വലിയ ടാസ്ക് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല, എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റി എന്തായാലും. പിന്നെ അതുവഴിയൊക്കെ ഉള്ളൊരു നടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നടക്കുന്ന ഈ പാത്ത് വേ ഒക്കെ, ഇതൊക്കെ നമ്മൾ വീഡിയോസിലും ഇതിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ആ വീഡിയോഗ്രാഫറിന്റെ കഴിവായിരിക്കാം, അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറിന്റെ കഴിവായിരിക്കും. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണിക്കുന്നത്. ചിലപ്പോൾ ഇനി ഇവിടുത്തെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ടാണോ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണമെന്നും എനിക്കറിയില്ല. എനിക്ക് അത്രമാത്രം വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ അത്ര ഭംഗിയൊന്നും ആ പാത്ത് വേക്കൊന്നും തോന്നിയില്ല. എനിക്ക് എന്തോ ഒരു ഡിസോർഡർ പോലെയാണ് ഫീൽ ചെയ്തത്. കുഴപ്പമില്ലാന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇത്രയും നന്നായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഇത് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ റോപ്പ് വേ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ കേവ് റൂം ഉണ്ടല്ലോ, ഇവർക്ക് 2 കേവ് റൂം ഉണ്ട്. മെയിൻ കേവ് റൂം ഇവിടെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഈ ഫസ്റ്റ് കേവ് റൂം എന്ന് പറയുന്നത് നമ്മളെ
അവരവിടെ അത് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു റൂമാണ്. അവിടെ ആൾക്കാർ താമസിക്കാൻ വരാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതുപോലെ നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നവർക്ക് കേവ് റൂം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ഓപ്പൺ ആയിട്ട് കിടക്കുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ കേവ് റൂമിലൊരു വലിയൊരു ബെഡ്, പിന്നെ അതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ചെയേഴ്സ്, കാര്യങ്ങൾ, ടേബിൾസ്, കാര്യങ്ങളൊക്കെയാണുള്ളത്. പക്ഷേ എനിക്ക് ആ റൂമിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ബാത്റൂമാണ്. എനിക്ക് അവിടുത്തെ റൂമിന് അത്ര സ്പേഷ്യസ് ആയിട്ട് തോന്നില്ല. എനിക്ക് ബാത്റൂം മാത്രം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി. ഞാൻ നേരെ റൂം ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കിയിട്ട് നേരെ ആ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹോൾ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ബാത്റൂം ആണെന്ന് പറയില്ല, ഒരു ജഗ്യൂസി ഒക്കെ ഉണ്ട്. ഐ തിങ്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കേവ് റൂമിൽ സ്വിമ്മിങ് പൂളാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ റൂമിൽ മാത്രമുള്ള ജഗ്യൂസി എന്നാണെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ റീൽസും കുറേ ഷോയും ഒക്കെ ഇറക്കി, അങ്ങനെയൊക്കെ കുറേ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ ചെയ്തിട്ട് കേവ് റൂം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ കേവ് റൂം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇറങ്ങാണ് പുറത്തേക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ കേവ് റൂം എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ താഴത്തേക്ക് നടക്കാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, അവിടെ കുറച്ച് റെയിൻ ഡാൻസിങ്, അതുപോലെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പോയ അന്ന് ഞാനിതൊന്നും അവിടെ കണ്ടില്ല. ഇത് അവിടെ ഉള്ളതാണോ അതോ ഇനി അണ്ടർ മെയിൻ്റെനൻസ് ആണോ ഒന്നും എനിക്കറിയില്ല. അവിടെ ഇതൊന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഒരു ഗുഹ ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര മിസ്റ്ററി ആയിട്ടുള്ള ഗുഹ. ഓരോരുത്തരായിട്ട് അതിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പം ഞങ്ങളും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോരുത്തരായിട്ട് കയറിപ്പോയി. എൻ്റെ മോനെ ഉള്ളിൽ ചെന്നപ്പോഴാണ് അതൊരു എന്താ പറയുക ഓപ്പൺ ബാത്റൂം ആയിരുന്നു. നേച്ചറിലേക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു ബാത്റൂം, ഒരു ഷവറും ഒരു ക്ലോസറ്റും ഒക്കെ ആയിട്ട് ഒരു നേച്ചർ ഫ്രണ്ട്ലി ബാത്റൂം ആയിരുന്നു അത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഷവറൊക്കെ ഉണക്കിയപ്പോൾ അവിടെ നിന്ന് കുളിക്കാൻ തോന്നി. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സെറ്റപ്പ് കാണാനായിട്ട്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നത് റോപ്പ് സൈക്ലിംഗ് ആയിരുന്നു. അപ്പൊ കുറെ അടുത്ത് ഞാനിങ്ങനെ റോപ്പ് സൈക്ലിംഗ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഒരിടത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. വലിയ ലെങ്ത് ഒന്നുമില്ല, ഒരു ചെറിയ ലെങ്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് കയറി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പോയിട്ട് തിരിച്ചു വന്നു. വലിയ ഹൈറ്റും വലിയ പേടിയൊന്നും അങ്ങനൊന്നും തോന്നിയില്ല. പിന്നെ വന്നിട്ട് ഞാൻ റെയിൻ ഡാൻസിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സൈക്ലിങ്ങിന്റെ നേരെ താഴെ കണ്ട കുറേ വേരുകൾ പോലെ കാണുന്നുണ്ടല്ലേ, ആ വേരുകളുടെ എല്ലാ ഉള്ളിൽ കൂടെ ഒരു പൈപ്സ് ഉണ്ട്. അതിന്റെ നേരെ താഴെയാണ് ഈ റെയിൻ ഡാൻസിങ് വരുന്നത്. എനിക്ക് തോന്നുന്നു അണ്ടർ മെയിൻ്റെനൻസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ പോയപ്പോൾ എന്തായാലും ഈ റെയിൻ ഡാൻസിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. ഞങ്ങൾ ആകെ ചെയ്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ റോപ്പ് സൈക്ലിങ്ങും അതുപോലെ നമ്മുടെ മറ്റേ റോപ്പ് വാക്കിങ്ങും പിന്നെ വന്നിട്ട് കേവ് റൂം വിസിറ്റിംഗ് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഒരു 6:30 ഒക്കെ ആയി. ചെറിയ മഴയൊക്കെ വീഴാൻ തുടങ്ങി, മഞ്ഞ് കയറാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ജീപ്പിനാണ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിന്നത്. പിന്നെ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴേക്കും മഴയൊക്കെ പെയ്ത കാരണം ഫോട്ടോ ഒന്നും അങ്ങനെ ശരിക്കും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ തിരിച്ചു പോകാനായിട്ടുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ഥലത്തു നിന്ന് ആക്ടിവിറ്റി ഏരിയയിൽ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയിട്ട് വേണം, മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണ് കാര്യം മഴയൊക്കെ പെയ്ത കാരണേ. അപ്പോൾ ഫുള്ള് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് അടിക്കാൻ പോകണം. അതുപോലെ തന്നെ നമുക്ക് അവിടെ DJ നൈറ്റ് ഉണ്ട്, റെയിൻ ഡാൻസിങ് DJ നൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ബട്ട് മഴയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നല്ല മഴയായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലായപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇന്നെന്തായാലും ക്യാമ്പ് ഫയറിങ് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഈവനിങ് ആ ഒരു മിസ്റ്റി ആയി കഴിയുമ്പോൾ ഒരു വിഷ്വൽസ് ആണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴയില്ലെങ്കിൽ അവർ ക്യാമ്പ് ഫയർ ചെയ്യുന്ന ചോദിച്ചാൽ ആദ്യം ഞങ്ങൾ 2-3 തവണ വന്ന് നോക്കിയിട്ട് പോയി ക്യാമ്പ് ഫയർ സെറ്റായെന്ന്. പക്ഷെ അപ്പൊക്കെ നിരാശയായിട്ട് തിരിച്ചു പോവായിരുന്നു. ഇന്ന് ഉണ്ടാവില്ലായിരിക്കും, മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും
ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴയത്തൊരു അടിപൊളി ഡ്രെയിൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോവാൻ നിന്നില്ല. അവിടെ തന്നെ പറക്കാട്ടിന്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവായിരുന്നു. അവിടെ എന്താണ് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മിസ്റ്റും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു നേച്ചറിക് വ്യൂ ഒക്കെ. കാരണം ഇത് ഔട്ട്ഡോറിലേക്ക് വിൻഡോസ് ഒന്നുമില്ല, ഇങ്ങനെ ഓപ്പൺ എയർ ആണ്. ഓപ്പൺ എയർ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. അതുപോലെ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടായിരുന്നു. സെലിബ്രിറ്റീസ് മീൻസ് ബിഗ് ബോസിലെ കഴിഞ്ഞ വട്ടത്തെ ബിഗ് ബോസിലെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്തു പെട്ടെന്ന് തന്നെ. ദെൻ ഞങ്ങൾ മോർണിംഗിൽ, ഞാൻ യൂഷ്വലി താമസിച്ചെണീക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിന് ഞാനൊന്ന് രാവിലെ എഴുന്നേറ്റു. വലിയ മസിലൊന്നും പിടിക്കാതെ ഞാനൊന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. എന്തോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു നേച്ചറൊക്കെ ഒന്ന് കാണാൻ. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യണം. അപ്പോൾ സോ രാവിലത്തെ ആ വൈബൊക്കെ കിട്ടണം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഇതൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്നെ രാവിലെ വിളിക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് എന്തോ ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഒന്ന് രാവിലത്തെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. എന്നിട്ട് പിന്നെ മെയിൻ നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് രാവിലത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. സോ നേരത്തെ ചാനലിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റു. ആ ഫോട്ടോ സ്പോട്ടിന്റെ ഒക്കെ അവിടെ പോയി ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയും വർത്താനം പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നേരെ വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. ഞങ്ങളുടെ ടാർഗറ്റും അത് തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ചെല്ലണം. എങ്ങനെയുണ്ട് ഫസ്റ്റ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്ന ആ അറേഞ്ച്മെന്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അവിടെ 100+ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് അതിൻ്റെ മെനുവിലുണ്ടായിരുന്നു. സോ അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നതിനേക്കാളും കൂടുതൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. കാര്യം അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. സോ എല്ലാവരും വരുന്നതിന് വേണ്ടി ചെല്ലണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ തന്നെ എന്തായാലും ഫസ്റ്റ് എത്തി. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത്. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റിയുമായിരുന്നു. അതുപോലെ തന്നെ ഐറ്റംസും ഒരുപാടുണ്ടായിരുന്നു. മെയിൻ കോഴ്സ് വേറെ, അതുപോലെ ഫ്രൂട്ട്സ്, സലാഡ്സ് സെക്ഷൻസ്, പിന്നെ നമ്മുടെ സ്നാക്സ്, ഡെസേർട്ട് പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിക്കിൾസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ അവരവിടെ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പ്ലേറ്റ്സും ഇതൊക്കെ കാണാനും, ബൗൾസും പ്ലേറ്റ്സും ഒക്കെ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതും എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയില്ല, എല്ലാവരും എടുക്കുന്നതിന് മുന്നേ ആ ഒരു സെറ്റ് ചെയ്ത രീതിയിൽ കാണാനായിട്ട്. സോ അതെന്തായാലും എനിക്ക് പറ്റി, വീഡിയോ എടുക്കാനും പറ്റി. നമ്മൾ എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് നല്ല ക്ലൈമറ്റിലിരുന്ന് അങ്ങ് കഴിക്കണം. ആ ഒരു എനിക്ക് വീഡിയോയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആവും എന്ന് എനിക്കറിയില്ല. ബട്ട് ഭയങ്കര ഒരു ഭംഗിയാണ് ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട്. ആ ഒരു ചെറിയ ആ ഒരു തണുപ്പിലും അത് നല്ലൊരു വൈബാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം എന്തൊക്കെയാണെന്ന്. ദെൻ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ പൂളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. പൂള് വലിയ പൂളൊന്നും അല്ല, പൂളിന്റെ സെറ്റപ്പ് മാത്രം ആ ഒരു പറക്കാട് റിസോർട്ടിന് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ ഞാൻ പറയും. കാര്യം ഒരു ചെറിയൊരു മിനി പൂൾ സെറ്റപ്പാണ്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലെവലാണെങ്കിലും ഇപ്പം ആ ഒരു നിൽക്കുമ്പോൾ ആ ഒരു വയറിന്റെ അവിടം വരെ അത്രയൊക്കെ ഉള്ളൂ വെള്ളത്തിന്റെ ലെവലാണെങ്കിലും. സോ പൂൾ ഇൻഫിനിറ്റി പോലൊക്കെയാണോ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാലും അത്രത്തോളം ആ ഒരു ഇത് കിട്ടുന്നില്ല നമുക്ക് പൂളിന് മാത്രം. സോ പൂള് എനിക്ക് മെയിൻ സജഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇത്ര വലിയ റിസോർട്ടും ഇത്രയും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ പൂളും കൂടി അതിനനുസരിച്ചൊരു നല്ലതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർക്ക് ഇപ്പൊ പെട്ടെന്ന് കുറെ ആൾക്ക് ഉണ്ടെങ്കിൽ ഇറങ്ങാനും ഇതൊക്കെയാണ് ഭയങ്കര പാടായിട്ട് ചെറിയൊരു ഇതാണ്. പിന്നെ മേ ബി മൂന്നാറൊക്കെ ഇല്ല, നല്ല തണുപ്പുള്ള സമയത്തൊന്നും ആരും പൂളൊന്നും യൂസ് ചെയ്യത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് എന്താ പറയാ. ഓക്കെ, പിന്നെ എനിക്ക് ഒത്തിരി നേരം വെള്ളത്തിലൊക്കെ നിന്നാലൊക്കെ ഭയങ്കര ജലദോഷമൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ആളാണ്. സോ ഞാനൊരു ക്യാപ്പൊക്കെ സെറ്റ് ചെയ്ത് അതും തലയിലൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ കുറേ നേരം നിന്നു കേട്ടോ. പിന്നെ ഈ തണുപ്പത്ത് ഒത്തിരി നേരം നിൽക്കാനും പറ്റില്ല, എനിക്കൊക്കെ പെട്ടെന്ന് തണുക്കും. സോ നമ്മൾ പെട്ടെന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും അതൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു കയറി. പിന്നെ അപ്പം നന്ദി നല്ലതെന്ന് വിചാരിച്ച് ഏതായാലും ഇത്രയും പൈസ ഒക്കെ മുടക്കി നമ്മൾ ഇത്രയും വലിയ റൂമൊക്കെ എടുത്തല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയ മിനി പൂൾ ഉണ്ടല്ലോ, അതിനും വലിയ ആഴവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു രസം എല്ലാവരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അത്ര വെള്ളമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നന്നായിരിക്കും. പിന്നെ വേറെ ചില്ല് ചെയ്യാൻ വരുന്നവർക്കൊക്കെയും കുറച്ച് കുഴപ്പമില്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞാൻ. നമ്മളിപ്പോൾ ചെക്കൗട്ട് ടൈമായി. പെട്ടെന്നാണ് ഒരു ദിവസം പോയത്. 2 PM ചെക്ക് ഇൻ, 11 AM ആണ് ചെക്കൗട്ട് വരുന്നത്. സോ പെട്ടെന്ന് ടൈമൊക്കെ പോയ പോലൊരു സങ്കടമൊക്കെ. പിന്നെ നമ്മൾ റിസോർട്ട് മാത്രമാണ് പ്ലാൻ ചെയ്ത് വന്നത്. സോ നമ്മൾ വേറെ സ്ഥലത്തൊന്നും പോകണമെന്നൊന്നും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പോകാൻ പറ്റുന്നിടത്ത് പോവാം എന്നുള്ളതേ ഉള്ളായിരുന്നു. പിറ്റേന്ന് പോയി ജോലിക്കൊക്കെ കയറണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് ടൈമിൽ തിരിച്ചെത്തണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും വന്നാലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എക്കോ പോയിന്റും അതുപോലെ വേറൊരു സ്ഥലത്തും കൂടി പോയല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോവാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഫ്ലവേഴ്സിന്റെ ഒക്കെ മെയിനായിട്ട് ഞങ്ങൾ സ്ട്രോബെറി ഫാം തപ്പിട്ടോ, കുറേ തപ്പി സ്ട്രോബെറി ഫാം എവിടെയെങ്കിലും ഉണ്ടോന്ന്. ബട്ട് ആ ഒരു ടൈമിൽ സീസൺ അല്ല. പിന്നെ വട്ടവടയ്ക്കൊക്കെ പോകണം സ്ട്രോബെറി കാണണമെങ്കിലെന്നൊക്കെ പറഞ്ഞു. പിന്നെ വട്ടവട സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര ദൂരം, 60 കിലോമീറ്റർ അബവ് ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, പറക്കാട്ടിൻ്റെ അവിടെ നിന്ന്. സോ അത് വിട്ടുപിടിച്ചു. സ്ട്രോബെറി കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹമൊക്കെ വിട്ടുപിടിച്ചു. പിന്നെ ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ നേരെ എക്കോ പോയിന്റിലേക്കാണ് വിട്ടത്. ആ പോകുന്ന വഴി നമുക്കൊരു നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അത് യൂഷ്വലി എപ്പോഴും അവിടെ ഉള്ളതാന്ന് തോന്നുന്നു, പെയ്ഡായിട്ട് ചെയ്തിട്ട് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറി അവിടെ ഒന്ന് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ കണ്ട് ചുമ്മാ ടൈം കളയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കണ്ടു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മൂന്നാറിലൊക്കെ നല്ല രസമാണല്ലോ പൂക്കൾ നിൽക്കുന്നതാണ്, ആ ഒരു ക്ലൈമറ്റിന് നമ്മുടെ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ആ കളറും ആ ഒരു ഭംഗിയൊക്കെ വേറൊരു ഭംഗിയാണല്ലോ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ എക്കോ പോയിന്റിലേക്ക് വിട്ടു. ഞാൻ കുറേ പട്ടി ഷോയും കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. എക്കോ പോയിന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കയാക്കിംഗ് ആണ് സെലക്ട് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കയാക്കിങ്. ബിക്കോസ് ഞാൻ ഇതുവരെ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഒന്ന് പോകണം എന്നുള്ള കാര്യം. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും, തുഴയാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പെഡൽ ബോട്ട് ഉണ്ടല്ലോ നമ്മൾ ചവിട്ടി തുഴയണേ, അതൊക്കെയാണെങ്കിൽ കാലിൻ്റെ പണി തീരും.
പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നിക്ക് നമ്മൾ എങ്ങനെയാണ് തുഴയേണ്ടതെന്നുള്ള ആ ഒരു ടെക്നിക്ക് ഓപ്പോസിറ്റ് ആണ് രണ്ടുപേരും തുഴയേണ്ടത്. അതൊന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് നമുക്ക് പോവാം. നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബോട്ടായതുകൊണ്ട് നന്നായിട്ട് പോകാം. പിന്നെ കുറച്ച് നമ്മൾ പേടിയൊന്നും ഇല്ലെങ്കിൽ ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയെത്തും കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകൊക്കെ ആണെങ്കിൽ മറിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടെങ്കിലും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ. പക്ഷെ ഈ ബോട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മൾ പെട്ടേനെ, കാരണം നമ്മുടെ കാല് ശരിക്കും കഴക്കും. ഇതിന് നല്ല ശക്തി വേണമല്ലോ തുഴയാനായിട്ട്. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കയാക്കിങ് എല്ലാവരോടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല രസവുമാണ്. നമുക്ക് ഫുൾ വ്യൂ കണ്ടിട്ട് നമുക്കിങ്ങനെ ആ ഒരു വള്ളത്തിൽ പോകുന്ന ആ ഒരു തുഴയുന്ന ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ കയാക്കിങ്. വലിയ കായിക ബലമോ അല്ലെങ്കിൽ ഇതൊന്നും റിസ്കിയോ ഒന്നും അല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. സോ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്നു. ഇത്രയൊക്കെയുള്ളായിരുന്നു മൂന്നാറിലുള്ള ആ ഒരു ഇതൊക്കെ. പിന്നെ ഞങ്ങൾ കോഫി സ്നാക്കും ഫുഡൊക്കെ അടിച്ച് അതുവഴി ചുമ്മാ നമ്മൾ പോകുന്ന വഴിയുള്ള കാര്യങ്ങളും സീനറീസും ഒക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് വഴിയിലൊക്കെ നിർത്തി നമ്മൾ സാധാരണ ഓണ പോലെ അങ്ങനെ പോയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ മെയിൻ എന്ന് പറയുന്നത് ആ ഒരു റിസോർട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു. സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനിയും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെയാണ് ഇനി നമ്മുടെ വീഡിയോസിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് കമൻ്റൊക്കെ ചെയ്യുക. അതുപോലെ എനിക്കിപ്പോൾ ടൈം കിട്ടാറേ ഇല്ല വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട്. നല്ല ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല യൂട്യൂബിൽ. വല്ലപ്പോഴാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ